മുണ്ടക്കയിൽ തകർന്നടിഞ്ഞ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട സുജാതയും പേരക്കുട്ടിയും ആ ദുരന്ത രാത്രി വെളിപ്പിച്ചത് കാട്ടാനക്കൂട്ടത്തിന് നടുവിലാണ്. ഇപ്പോഴും വെള്ളം ഇരച്ചെത്തുന്നുണ്ടോ എന്ന പേടിയിലാണ് മേപ്പാടിയിലെ ക്യാമ്പിൽ സുജാത. ശ്രാവൺ കൃഷ്ണയുമായി സുജാത സംസാരിച്ചു. മുണ്ടക്കയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ നടുക്കുന്ന കഥയാണ് സുജാതയുടേത്. സുജാത ഇപ്പോൾ ഇവിടെ മേപ്പാടിയിലെ ക്യാമ്പിലാണുള്ളത്. അമ്മ, അന്ന് രാത്രി എങ്ങനെ നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത്? രാത്രി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പുറം ഇപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. അതിന്റെ പുറത്ത് ഞാൻ എൻ്റെ വാർപ്പ് വീണിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ നമ്മള് അടുപ്പിന്റെ ഇതുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടിക പിടിച്ച് തട്ടിയപ്പോൾ ഒരു ഓട്സ് കണ്ടത്. അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടിയിട്ട് പേരക്കുട്ടി അപ്പോളാ പറഞ്ഞ, അമ്മ ഞാനിവിടെ ഉണ്ട്, എന്നെ രക്ഷിക്കണമെന്ന്. കുട്ടീൻ്റെ ചെറുവിരൽ കിട്ടി. അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് ഞാൻ വാർപ്പിന്റെ ഈ വീണ് കിടക്കണ വാർപ്പിന്റെ മേലെ കയറി. അപ്പൊ 2 നില കെട്ടിടം മറിഞ്ഞു വരികയാണ്. ആ വരുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കുട്ടിനെയും കൊണ്ട് ചാടി. എൻ്റെ അയൽവാസി അവരിവിടെ ഉണ്ട്, സുധേച്ചിന്റെ അവര് പറയും, അവരുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരെ പുതിയ കെട്ടിടമാണ്. അതിന്റെ ഉള്ളിലേക്ക് പോയപ്പോ അലാക്കിന്റെ പൊട്ട്. ഞാൻ പറഞ്ഞു, അവര് പിടിച്ച് വലിച്ച് എൻ്റെ മരുമകനും എൻ്റെ മകളും നട്ടെല്ല് പൊട്ടി. മകളുടെ വാർപ്പ് വീണതേ അവരതിൻ്റെ ഉള്ളിൽ കുടിയും കിടക്കാണ്, പേരക്കുട്ടിയും. അവരെയും പിടിച്ച് വലിച്ച് എൻ്റെ മരുമകൻ കയറ്റി. ഇവരിന് 2 കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി, വെള്ളത്തിൽ കൂടെ നീന്തി. കിണറുകള് എല്ലാം ഉണ്ട്. ഏത് ദൈവമാണ് ഇങ്ങോട്ട് എത്തിച്ചെന്ന് അറിയില്ല. അവിടെ നിന്ന് മുട്ടുകുത്തി കയറി ഒരു തിണ്ട് കിട്ടി. തിണ്ട് നിങ്ങോട്ട് കയറി. ഞങ്ങളെ പപ്പേട്ടൻ പറയും, അവരെ വീട്ടിന്റെ അടിക്ക് ഒരുപാട് ദൂരാ. എന്നാലും ആ കുന്നിന്ന് കെട്ടിപ്പിടിച്ച് ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആനനോട് പറഞ്ഞു, ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്ന്, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണൊന്നും വെള്ളം ഒഴുക. അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് എണീച്ച് നിൽക്കാൻ ആമ്പിയറില്ല. നേരം വെളുക്കുന്നവരെ മഴ ഫുള്ളും നനഞ്ഞ്. മൂപ്പരടുത്തുനിന്ന് നേരം വെളുത്ത 6 മണിയായപ്പോ എവിടത്തേക്കോ ആൾക്കാര് ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളെ നാട്ടിൽ ആരും ഇല്ലല്ലോ, എല്ലാരും പോയില്ലേ. ദൂരത്തുനിന്നൊക്കെ എല്ലാരും വന്നു. പിന്നെ അവര് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. ആനയും നിങ്ങളാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. 3 ആന ആ കുന്നിൽ നിൽക്കുക. അതിലെ കൊമ്പനാണ് അവിടെ ഉണ്ടായത്. കൊമ്പനോട് പറഞ്ഞു, ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാ വന്ന്, ഞങ്ങൾക്ക് പേടി, ഇരുടാണ്, വിളക്കില്ല, വെളിച്ചമില്ല, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. അപ്പൊ ആനയുണ്ട്, കണ്ണുകൂടി ഇങ്ങനെ ഒഴുകിയിട്ട് നിൽക്കണ് ഞങ്ങളെ കൂടെ നിന്ന് നേരം വെളുക്കുന്നവരെ. ചേച്ചി മോള് മാത്ര? ഞാനും മോളും. ഇവര് നട്ടെല്ല് പൊട്ടിയവന് നിൽക്കാൻ വയ്യ, കിടക്കുക, കാപ്പിക്കാട്ടിനുള്ളിൽ കിടക്കുക. മോള് മരുമകൻ ഇവരെ ആൾക്കാരെ രക്ഷിക്കാൻ ഓടുക. വാതിലൊക്കെ കുത്തി പൊട്ടിച്ച് കൈയൊക്കെ മുറി, കാല് മുറി, ശരീരം മൊത്തം മുറിയാണ്. പക്ഷെ ജീവന് ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പൊ മിനിസിൽ അഡ്മിറ്റ് ഉണ്ട്. എൻ്റെ 2 മക്കള് ഭയങ്കര കഷ്ടത്തിലാണ്. ഈ ചെറിയ മോളെ എങ്ങനെ കിട്ടിയത്? അങ്ങനെ മോളെ ഞാൻ അവിടെ നിന്ന് വലിച്ചെടുത്ത് കൂട്ടിപ്പിടിച്ച് എടുത്തിട്ട് തുണിയിൽ ചുരുട്ടിയിട്ട് വലിച്ച് കയറ്റിയിട്ട് പോയിട്ട് ആനന്റെ അടുത്ത് കിടന്നു. അവിടെ എനിക്ക് അത്രയും അറിയാം. ഇവിടെ വന്നപ്പോ ഞാനല്ല, എൻ്റെ ആൾക്കാരൊക്കെ എൻ്റെ ഒഴുകി വരുമ്പോ പറയുന്നുണ്ട്, എന്നെ രക്ഷിക്ക് പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് പേടിക്കുന്നുണ്ട്. പറ്റുന്നില്ല. കെട്ടിടത്തോടെ മറിഞ്ഞു വരികയാണ്. കൂക്കും വിളിയും കരച്ചിലും. ആൾക്കാരെ ഞങ്ങൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്, ആരെങ്കിലും വരിയോ പറയുമ്പോ ഒരാളും ഇല്ല. കടല് പോലെ വെള്ളവും മരവും തെരയെ കാണുന്നുള്ളൂ സാറേ, വേറെ അവിടെ ഒന്നുമില്ല. ഞങ്ങൾ എങ്ങനെയാ വെള്ളത്തിൽ കൂടി നീന്തി എത്തിയെന്നറിയില്ല. വന്നപ്പോ ചെവിയിലും തലയിലും ഒക്കെ ചെളി, ആകെ ചെളിയിൽ മുങ്ങിയിട്ട് ഇങ്ങനെ എണിച്ച് വന്ന എന്താ അതാണ് അവസ്ഥ ഉണ്ടായി. അവിടെ നിന്ന് വന്നിട്ട് ഏതോ ഒരു വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി മാറ്റിയിട്ട് ഇട്ട് തന്ന ഈ ഡ്രസ്സ്, ഒരൊറ്റ ഡ്രസ്സേ ഉള്ളൂ, അത് ഇട്ട് തന്നിട്ട് ഞങ്ങളെ സേഫ് ആക്കിയിട്ട് വണ്ടി കയറ്റി കൊണ്ടുവന്നു. നിങ്ങളെ വീടൊക്കെ പോയി? അവിടെ എല്ലാം പോയി, ഒന്നുമില്ല. ആ വീണതിന്റെ അടിയിലാണ് ഞങ്ങൾ കിടന്നത്. അവിടെ നിന്നാണ് ഈ അടുപ്പിന്റെ സ്ലാബിന്റെ ഉള്ളിൽ കൂടിയിട്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട് പുറത്തേക്ക് വന്നത്. ആ ഭാഗത്ത് രാവിലെ വരുമ്പോ എന്താ കണ്ട സുജാത ചേച്ചി? ആ ഭാഗത്തുള്ള വീടുകളൊക്കെ ഞങ്ങൾ കണ്ടത് വെറും ഫ്ലാറ്റായി കിടക്കുന്നത്, വേറെ ഒന്നുമില്ല. എനിക്ക് അത്രേ അറിയുള്ളൂ. വാറിക്ക് ഈ കരച്ചിലും കൂക്കും, ആ സൗണ്ട് വന്നത്, ആ പേടി ഇനി മാറിയിട്ടില്ല. ഇവിടെ വന്ന് കിടക്കുമ്പോൾ എനിക്ക് ഇതിൽ വെള്ളം വരുന്നുണ്ടോന്നാ തോന്നുന്നത്. എങ്ങനെയാ രക്ഷപ്പെട്ടു എന്നുള്ളത് ഈശ്വരന് അറിയുള്ളൂ. ഞാനും എൻ്റെ കൊച്ചും എൻ്റെ 3 മക്കളും, ബാക്കി എൻ്റെ അയൽവാസിയിൽ 6-7 മക്കളും കുടുംബം ഉണ്ടായി. ആരുമില്ല, എല്ലാരും പോയി. ഞങ്ങൾ എങ്ങനെയാണ് എത്തി? എനിക്ക് നീന്താൻ അറിയുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ എൻ്റെ ആരുമില്ല. അടുത്തുള്ള ആരെയും ക്യാമ്പിൽ വന്നോ? കാണാത്ത ആരൊക്കെയുള്ളേ? ഇവിടെ എൻ്റെ അടുത്ത് വന്ന് കാണാണ്ടായ ആൾക്കാര് 3 കുടുംബം, ആരുമില്ല, അഡ്രസ്സേ ഇല്ല, എല്ലാവരും പോയി.
അവരെ കടയിലാണ് ഞങ്ങളുള്ളത്. അവരെ 3 തട്ട് വീടായിരുന്നു. ആ വീട് മറിഞ്ഞു വരുന്ന കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഈ വാർപ്പിന്റെ മേലെ നിൽക്കണം. അവരെ വീട് വന്ന് അടിച്ചിട്ടാണ് നമ്മളെ വീട് പോയത്. ഞാൻ രക്ഷിക്ക് പറഞ്ഞപ്പോൾ ആ തിണ്ടിൽ നിന്നൊന്ന് തിരിഞ്ഞു നോക്കിയതാ. അപ്പോഴാണ് എൻ്റെ അയൽവാസിന്റെ വീട് ഒന്നായിട്ട് വരുന്നത്. അതുവരെ എൻ്റെ വീട് സേഫായി നിൽക്കുമായിരുന്നു. അത് പോയി അടിച്ച് അത് വന്ന് അടിച്ചതോടുകൂടി ഞങ്ങൾ ഉള്ളിൽ താന്നു. ഇറങ്ങി വരുമ്പോ പഴയ സ്ഥലമല്ല മുണ്ടക്കൈ. നിരന്നു, ഭൂമി നിരന്നു. ഒരു വീടില്ല അവിടെ, ഒരു വീടില്ല, ആൾക്കാരും ഇല്ല, നമുക്കറിയുന്ന ആരുമില്ല. ഞങ്ങൾക്ക് ബോധമെല്ലാം വന്ന് ഞങ്ങൾ കുന്നത്തെത്തി. ആനന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോൾ നമ്മളെ ഏതോ നാട്ടിലത്തെ സാറുമാരാണ് അവിടെ ഉള്ളത് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. അറിയുന്ന ആരുമില്ല, അറിയുന്ന എല്ലാതും പോയി. അറിയുന്നവരാരും ഇല്ല. അവർ ഓടിയെത്തി, വിളക്കും വെളിച്ചുമായി 6 മണിയായില്ലേ, അവർ ഓടിയെത്തി ഞങ്ങൾ അടുത്തേക്ക് എത്തിയപ്പോൾ നമ്മളെ നാട്ടുകാരും ഇല്ല, നാടും ഇല്ല, വീടും ഇല്ല. ആ രീതിക്ക് ഞങ്ങൾ ഇവിടെ ഞങ്ങളെ എത്തിച്ചു. പെട്ടെന്ന് നമ്മൾ ഇവിടെയുള്ളവർ വന്ന് രക്ഷിച്ച് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. അത്രയും എനിക്കറിയാം, വേറെ വാക്കുകളില്ല. അത്രയും പറയാന്. ആൻബീർ ആരോഗ്യം ദൈവം നിങ്ങളെ കൂടെ പുറപ്പായിട്ടും ഞങ്ങളെ എല്ലാ ഭാഗത്തിലും രക്ഷിക്കാൻ നിങ്ങളെ എത്തിച്ചത്. ആരുമില്ല, നാടില്ല, വീടില്ല, ആൾക്കാരില്ല. ഞങ്ങൾ നാട്ടിൽ വേദനകൾ പറഞ്ഞ് സഹായിച്ചവരാരുമില്ല. എല്ലാവരും പോയി മണ്ണിന്റെ ഉള്ളിൽ. അവരുടെ അസ്ഥി പോലും കിട്ടിയിട്ടില്ല സാറേ, ഒന്നുമില്ല. ശരിയപ്പോ ഉരുൾപൊട്ടൽ കണ്ട് നിലംപൊത്തിയ വീട്ടിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് രാവിരുട്ടിൽ കാട്ടാനയ്ക്കൊപ്പം നേരം വെളുപ്പിച്ച മുണ്ടക്കയിലെ സുജാതയുടെ ഈ വാക്കുകൾ ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രമേ ഏതൊരാൾക്കും കേൾക്കാൻ കഴിയൂ. സുജാതയ്ക്കൊപ്പം അതിജീവിച്ചവരെയൊക്കെ ഇനി കൈത്താങ്ങാകേണ്ടത്, ആ ഗ്രാമത്തെ വീണ്ടെടുക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. ആ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമുക്കെല്ലാവർക്കും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ കൂടി ഭാഗമാകാം. അതുകൂടി ആവശ്യപ്പെടുന്നുണ്ട് സുജാതയുടെ ഈ വാക്കുകൾ.